നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ്. നമ്മളൊക്കെ ഉയർന്ന നിലയിൽ എത്തിക്കാണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ വിജയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നൊരു പ്രശ്നം, എങ്ങനെ ഇത് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് പറയുക ഒറ്റ കാര്യം മാത്രമാണ്. നമ്മളെല്ലാവരും നമ്മളോട് തന്നെ 2 ചോദ്യങ്ങൾ ചോദിക്കുക. ആസ്ക് യുവർ സെൽഫ് 2 questions. നമ്പർ 1, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? 2, വാട്ട് ആം ഐ ഗുഡ് അറ്റ്? ഞാൻ എന്താണ് എൻ്റെ കഴിവ്, അല്ലെങ്കിൽ ഞാൻ എന്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ മികവ് കാണിക്കാൻ പുലർത്താൻ സാധിക്കുക എന്തിലാണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് ആൻഡ് വാട്ട് ആം ഐ ഗുഡ് അറ്റ്? ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഏത് തലമുറയിലായാലും നിങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നതും കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നതും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, ഇവിടെ അഭിവന്ദ്യ പിതാവ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചു അല്ലേ? അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇപ്പോൾ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, റിജോയ്സ് ഇൻ ഹോപ്പ്. അദ്ദേഹം 2023 ലോക യുവജന സമ്മേളനത്തിൽ അവിടെ നടന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അതായിരുന്നു. ആസ് യങ് പീപ്പിൾ യു ആർ ഇൻഡീഡ് ജോയ്ഫുൾ ഇൻ ഹോപ്പ്, ഇൻ ചർച്ച് ഓൾസോ ഇൻ ദ ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞത്. അതായത് സഭയിലും സമൂഹത്തിലും നിങ്ങൾ വലിയ പ്രതീക്ഷയുള്ള, സന്തോഷത്തോടെ പ്രതീക്ഷയുള്ളവരായിരിക്കാൻ എന്നാണ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം, നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം, ഒരു പർപ്പസ് ഉണ്ടാവണം. ആ പർപ്പസ് പലപ്പോഴും നമ്മൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ വഴിതെറ്റി പോകുന്നത് ഇല്ലേ? നമ്മൾ വന്ന് പലരും വിളിച്ചുകൊണ്ട് പോകും, നമുക്ക് അവിടെ പോകാമെന്ന് പറയും, നമുക്ക് ഇവിടെ പോകാമെന്ന് പറയും. നമ്മുടെ പർപ്പസ് എന്താണ് എന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കൃത്യമായിട്ടൊരു ഉത്തരവൊന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, സം ഓഫ് യു മേ ഹാവ് എ ക്ലിയർ ആൻസർ, സം ഓഫ് യു മേ നോട്ട് ഹാവ് എ ക്ലിയർ ആൻസർ, ബട്ട് ദാറ്റ് ഈസ് വെൽ ആൻഡ് ഫൈൻ. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കാനായിട്ട്, ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ യു മസ്റ്റ് ഹാവ് വൺ പർപ്പസ്. അതെന്തു ആയിക്കോട്ടെ, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. ഇപ്പം ഞാൻ വന്ന് നിങ്ങളോട്, അല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരോ അമ്മായിമാരോ അടുത്തുള്ള ആളുകളോ ഒന്നും അല്ല നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. യു ഷുഡ് ഡിസൈഡ് ഫോർ യുവർ സെൽഫ് എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം, അതൊക്കെ നമുക്ക് ഉപകരിക്കും. പക്ഷേ യു മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ യുവർ പർപ്പസ് ഓഫ് ലൈഫ്. ആ പർപ്പസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ഫോളോഡ് ബൈ ഫോക്കസ്. അതിനൊരു ഫോക്കസും ഉണ്ടാവണം. പർപ്പസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അല്ലേ, ആരോടും ഒന്ന് ചോദിച്ചാലും നിങ്ങളുടെ സ്വപ്നം എന്താണ്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു സ്വപ്നം കാണും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്. അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പം ഞാൻ ഈ മാർഗ്ഗംകളി കണ്ടു തുടക്കത്തിൽ, എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ മാർഗ്ഗംകളി നടത്തിയത്, എത്ര എനർജി ആയിരുന്നു. എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചു. അതിലൊരു കുട്ടിയുടെ ആ കാലിൽ കെട്ടുന്ന സാധനം അഴിഞ്ഞു പോയി. കാലിൽ കെട്ടുന്ന ഒരു സാധനം അഴിഞ്ഞു പോയിട്ട് അത് താഴെ വീണ് കിടക്കുന്നുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിരിച്ച് കാലിൽ വേറെ ഒന്നും ഇടാനാണല്ലോ കളിക്കുന്നത്. ഈ കളിക്കുമ്പോൾ ഇത് എങ്ങാനും ഉത്തേ കയറി ചവിട്ടി വല്ലതും പറ്റുമോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അതിൽ 1-2 തവണ അതിലൊരാൾ കയറി ചവിട്ടുകയും ചെയ്തു. ആ ചവിട്ടിയ സമയത്ത് ഞാൻ ആ ചവിട്ടിയ ആളുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചു. യാതൊരു ഭാവമാറ്റവും ഇല്ല. വളരെ സന്തോഷത്തോടെ, വളരെ ആ ചിരിച്ച മുഖവുമായിട്ട് അവരെ കളി തുടരുകയാണ്. അത് ചവിട്ടി എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മുഖത്ത് അല്പം പോലും പ്രതിഫലിച്ചിട്ടില്ല. ഷീ ഹാഡ് എ ഫോക്കസ്. ആ മാർഗ്ഗംകളി ഏറ്റവും, കാരണം ഇത് ചവിട്ടുന്നത് പലപ്പം നിങ്ങളവിടെ ഇരിക്കുന്ന പലരും കണ്ടുവെന്ന് വരില്ല. ചവിട്ടിയത് ചിലപ്പോൾ ആ കുട്ടിക്കും ഈ അടുത്തിരുന്ന മുമ്പിലിരുന്ന ആളുകൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കും. ഷീ ഹാഡ് എ ഫോക്കസ്. ആ കളി എത്രയും നല്ല ഭംഗിയായിട്ട് ആ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കാനായിട്ടുള്ള ആ ഫോക്കസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഷീ കുഡ് ഫിനിഷ് ദാറ്റ്. അത് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. സോ യു ഹാവ് എ പർപ്പസ്, യു ഹാവ് എ ഫോക്കസ്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ നമ്മളിത് ഇൻ്റർലിങ്ക്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് ഇൻ്റർലിങ്ക്ഡ് ആണ്. എന്താണ്? യു ഷുഡ് ഓൾസോ ഐഡൻറ്റിഫൈ വാട്ട് യു ആർ ഗുഡ് അറ്റ്. നമുക്ക് എന്താണ് കഴിവ്, നമ്മുടെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എവിടെയാണ്, നമ്മുടെ താല്പര്യം, നമ്മുടെ അഭിരുചി എവിടെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം ഇപ്പോൾ തറയിൽ പിതാവിനെ പോലെ ഇവിടെ വന്ന് നല്ലൊരു പ്രാസംഗ്യം കാഴ്ചവെക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ എന്നെക്കൊണ്ട് അത് സാധിച്ചൊന്നും വരില്ല. കാരണം അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്, വളരെ വളരെ പ്രസന്നവതനായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ട്.
അദ്ദേഹത്തിൻ്റെ പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ ഞാനൊരു ദിവസം പാലായിൽ ഒരു പരിപാടിക്ക് നമ്മുടെ സീറോ മലബാർ സഭയുടെ അസംബ്ലി നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലാൻ അവസരം ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ എറണാകുളത്ത് നിന്ന് അങ്കമാലിയിൽ നിന്ന് ഞാൻ പാലായ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് വന്ന സുഹൃത്ത് എന്നോട് ചോദിച്ചു, തറയിൽ പിതാവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവിടെ ഞാൻ പറഞ്ഞു തറയിൽ പിതാവ് ഉണ്ടാവും, എന്നാൽ ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തറയിൽ പിതാവിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. അദ്ദേഹം സീറോ മലബാർ സഭക്കാരനൊന്നുമല്ല കേട്ടോ, അദ്ദേഹം മാർത്തോമാ സഭക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്ന് പിതാവിനെ നേരിട്ട് കാണണം, എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ കൂടെ വന്നു. പാലായിൽ വന്ന് പിതാവിനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഓരോ വ്യക്തികൾക്ക് ഓരോ കഴിവുകളാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്നു ഡിസംബർ 3 നമ്മുടെ യുവദീപ്തിയുടെ നമ്മുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. അഭിവന്ദനായിട്ടുള്ള ജോസഫ് പൗവത്തിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ രൂപം കൊണ്ട ഈ പ്രസ്ഥാനം, അത് ചങ്ങനാശ്ശേരി രൂപതയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ പ്രസ്ഥാനം ഇവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് തന്നെ അഭിമാനകരമായ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഡിസംബർ 3 വേറൊരു പ്രത്യേകതയുണ്ട്. ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ കൂടിയാണ് അല്ലേ. നമ്മളെപ്പോഴും പറയാം ഡിസബിലിറ്റി എന്ന് പറയും. അതിനാ പേര് മാറ്റി, ഡിസബിലിറ്റി എന്നുള്ള പേര് മാറ്റി നമ്മൾ ഡിസേബിൾഡ് എന്നായി, അല്ല ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നായി. ആ പേരുകൾ പലപ്പോഴും മാറി വന്ന് നമ്മൾ ആരെയും നമ്മളിപ്പോൾ അംഗപരിമിതർ എന്ന് പറയില്ല, നമ്മളിപ്പോൾ പറയുന്നത് ഭിന്നശേഷിക്കാരെന്നാണ് പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ്. നമ്മൾ ഒരു തരത്തിൽ ആലോചിച്ചാൽ, നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. ഓൾ ഓഫ് us ആർ ഡിഫറൻ്റ്ലി ഏബിൾഡ്. നമുക്ക് ഒരാൾക്കും മറ്റേ ആളെ പോലെ ഐഡൻറ്റിക്കലാണ്, അതേ കഴിവുകളാണെന്ന് പറയാൻ സാധിക്കില്ല അല്ലേ. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ്. ഇപ്പോൾ നമ്മൾ അർജൻറ്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരാൻ പോകണമെന്നുള്ള വലിയ ചർച്ചയാണ്. ഇപ്പം നമ്മൾ വേൾഡ് കപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ മെസ്സിയുടെ കളിയൊക്കെ കാണുമ്പോൾ മെസ്സിയുടെ ആ കളിയിൽ വേൾഡ് കപ്പിലെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ചിലരെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് അതുപോലെ ഒരു ഫുട്ബോൾ കളിക്കാരനാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പലരും വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വിരാട് കോഹ്ലിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് അതുപോലെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവാൻ സാധിച്ചെങ്കിൽ നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും. ഇവിടെ നിന്ന് നന്നായിട്ടൊരു ഡാൻസ്, നമ്മളൊരു സ്റ്റേജ് ഷോയിൽ പോയിരിക്കുമ്പോൾ നന്നായി ഡാൻസ് കളിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് അതുപോലെ ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മൾ ഉള്ളിൽ അല്പമെങ്കിലും ചിലരെങ്കിലും വിചാരിക്കും. അല്ലെങ്കിൽ ശ്രേയാ ഘോഷാലൊക്കെ ഇവിടെ വന്ന് നല്ലൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതുപോലെ നമുക്കൊന്ന് പാട്ട് പാടാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മളിൽ പലരും വിചാരിക്കും. നമ്മൾ പരിശ്രമിച്ചാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് സാധിക്കും, എല്ലാവർക്കും അത് സാധിക്കില്ല. അതെന്താ കാരണം? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാവാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിച്ചത് അത് അടുത്ത കാലത്തൊന്നും ഉണ്ടായ കാര്യമല്ല, അത് വളരെ ചെറിയ പ്രായത്തിൽ ആഗ്രഹിച്ചാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ തുടങ്ങിയ പണിയായത്. 8ാം ക്ലാസ്സിൽ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സ്കൂളിൽ വെച്ച്, അന്ന് കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പരിപാടി ആരംഭിച്ചാണ്. MLA ആവുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അന്ന് തുടങ്ങിയുള്ള താല്പര്യമാണ്. അപ്പോൾ അത് ഓരോ താല്പര്യവും നമ്മുടെ ഓരോ കഴിവുകളും നമ്മൾ കണ്ടെത്തുകയാണ്. ഞാൻ വേറൊരാളാവാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരാൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡാൻസർ ആവണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് സാധിച്ചു എന്ന് വരില്ല. വേറൊരാൾ നന്നായി പാട്ട് പാടുന്നു, ഞാൻ അതുപോലെ പാട്ട് പാടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ഫുട്ബോളായിരിക്കാം, ക്രിക്കറ്റ് ആയിരിക്കാം, എന്തുമായിരിക്കാം. യു ആർ യുണീക്ക്, ഓൾ ഓഫ് us ആർ യുണീക്ക് എന്ന് വേണേൽ പറയാം. നമുക്കെല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, നമ്മുടെ പർപ്പസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചാൽ നമുക്കിത് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ വലിയ പഠനമൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ താരമായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നമ്മൾ കാണുമ്പോൾ ഡോളി ചായവാലനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡോളി ചായവാല കണ്ടിട്ടുള്ള ആളുകളുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? അയാൾ മഹാരാഷ്ട്രയിൽ ഒരു റോഡ് സൈഡിൽ ഒരു കടയിൽ ഒരു ടേബിൾ ഇട്ടിട്ട്, മഹാരാഷ്ട്രയിൽ റോഡ് സൈഡിൽ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ ചായ അടിച്ചു കൊടുക്കുന്ന ആളാണ്. ചായയും എന്തെങ്കിലും സ്നാക്സ് ചിലപ്പോൾ ഉണ്ടാവും, സിഗരറ്റും വിൽക്കുന്ന ഒരാളായിരുന്നു. അയാൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നിയർലി 5 മില്യൺ ഫോളോവേഴ്സാണ്. യൂട്യൂബിൽ ഓൾമോസ്റ്റ് 2 മില്യൺ പ്ലസ്. അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ചായക്കടയൊന്നുമില്ല, തട്ടുകടയുണ്ടോ, തട്ടുകട എന്ന് പറയാൻ റൂഫ് പോലും ഇല്ല, ഒരു മേശ ഇട്ടിട്ട് ചായ അടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി സാക്ഷാൽ ബിൽഗേറ്റ്സ് എത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചായ കുടിക്കാൻ പോയി. നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കുക.
ഡോളി ചായവാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അയാൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, അയാൾ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം BMW കാറിലൊക്കെ വന്ന് അയാൾ ഇവിടെ ചായ അടിച്ചിട്ട് പോകും. അത്രയും വലിയ സെലിബ്രിറ്റിയായി മാറിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു ചായ അടിക്കുന്നയാൾ, ഒരു തട്ടുകട എന്ന് പോലും പറയാൻ സാധിക്കാതെ ഒരു മൂലയ്ക്ക് ചായ കൊടുക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ കഴിവ് ആ ചായ അടിക്കുന്നതിൽ അതിനകത്ത് എങ്ങനെ വെറൈറ്റി കൊണ്ടുവരാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ആ വെറൈറ്റിയിലാണ് അദ്ദേഹം സക്സസ് ആയത്. നിങ്ങളൊന്ന് പോയി നോക്കുക. ആ വെറൈറ്റി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അതിൽ സക്സസ്ഫുള്ളായി. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ബിൽ ഗേറ്റ്സ് ഇവിടെ പാരഗൺ ഹോട്ടലിൽ വരില്ല, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ വേറൊരു ഹോട്ടലിലും ചായ കുടിക്കാൻ പോയിട്ടില്ല, പക്ഷേ അവിടെ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മൾ എവിടെയാണ്, നമ്മുടെ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനകത്തൊക്കെ അപ്പുറത്ത് നമുക്കൊക്കെ ഓരോ കഴിവുണ്ടെന്നേ. നമ്മൾ ആ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് നമ്മൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. ഞാനൊക്കെ നിങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒക്കെ ഏറ്റവും പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. വീട്ടിൽ ഒരാൾ പോലും രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഈ പണിക്ക് ഇറങ്ങിയപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വീട്ടുകാരൊക്കെ എന്നോടും ചോദിച്ചിട്ടുണ്ട്. വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാർ മൊത്തം ചോദിച്ചവരാണ്. വേറെ ഒരു പണിയില്ല. ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനൊക്കെ അവസരം കിട്ടിയ ആളാണ്. അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് PhD പൂർത്തിയാക്കാൻ പറ്റിയില്ല. MPhil കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് PhD എൻറോൾ ചെയ്തിരുന്ന സമയത്ത് സംഘടനയിൽ കുറേ കൂടി സജീവമായി. അപ്പോൾ നിങ്ങളുടെ ഫുൾ ടൈമായി മാറി. അപ്പോൾ PhD പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ PhD പൂർത്തിയാക്കാതെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് നടന്നപ്പോൾ ഞാൻ കേൾക്കാത്ത ചീത്തയില്ല. പക്ഷേ എൻ്റെ താല്പര്യം അതായിരുന്നു. ദാറ്റ് വാസ് മൈ പാഷൻ. ഐ തോട്ട് ഐ വാസ് ഗുഡ് അറ്റ് ദാറ്റ്. അതുകൊണ്ട് ഞാൻ ആ പണിയുമായിട്ട് ഇറങ്ങി. ഞാൻ PhD പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ നല്ലൊരു അക്കാഡമിക്സിൽ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും കോളേജിലെ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടുമായിരുന്നു. ഞാൻ PhD പൂർത്തിയാക്കാതെ ഞാൻ ഈ രാഷ്ട്രീയവുമായിട്ട് പോയി. കാരണം ദാറ്റ് വാസ് മൈ ഗോൾ. എനിക്കങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഏത് ഫീൽഡും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. എന്നെപ്പോലെ ഒരാൾക്ക് ഇത് പറ്റുമെങ്കിൽ, ഇവിടെ ജോബ് മൈക്കിളിനെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളൊക്കെ അതിനേക്കാൾ കഴിവുള്ള ആളുകളാണെന്നേ. നിങ്ങളൊക്കെ അതിനേക്കാൾ ഒരു പാഷനും എനർജിയൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സിവിൽ സർവീസിൽ വരാൻ സാധിക്കും. നമ്മളെല്ലാവരും ഇവിടുന്ന് ഒരൊറ്റ ലക്ഷ്യം വെച്ച് +2 കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോവുക, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുക, ജർമ്മനിക്ക് പോവുക എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയാൽ നമ്മൾ നാടിന് രക്ഷപ്പെടില്ല. നമുക്കൊരു പ്രാതിനിധ്യം ഉണ്ടാവില്ല, നമുക്കൊരു സ്ഥാനമാനങ്ങളിലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എപ്പോഴും ഇരുന്ന് വിലപിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ SYM യുവദീപ്തിയുടെ പ്രവർത്തകരോട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ ഏത് കാര്യത്തിലാണ്, നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവ്, നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കണം. ആ കഴിവ് കണ്ടെത്തി ആ കഴിവ് പ്രോത്സാഹിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനവരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.